2022 നവംബർ മാസത്തിലെ മഴയുള്ള ഒരു രാത്രിയായിരുന്നു അത്. കൊച്ചി നഗരത്തിലെ അറിയപ്പെടുന്ന ഓട്ടോ ഡ്രൈവർമാരിലൊരാളായിരുന്നു സുഖു. എല്ലാവരും സുപ്രു എന്നാണ് വിളിക്കുന്നത്. 28 വയസ്സുള്ള സുപ്രു രാത്രി ഡ്യൂട്ടിയാണ് കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. കാരണം രാത്രിയിൽ ട്രാഫിക് കുറവായിരിക്കും, യാത്രക്കാർ കുറവായിരിക്കും, അതിനാൽ നല്ല വാടക കിട്ടുമെന്നായിരുന്നു അവൻ്റെ വാദം. ഒരു ദിവസം രാത്രി 1 മണി കഴിഞ്ഞു കാണും. കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിന് സമീപം സുപ്രു ഓട്ടോ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മഴ നേരിയതായി പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു യുവതി കൈ ഉയർത്തിക്കാട്ടി ഓട്ടോ വിളിച്ചു. "അണ്ണാ, തൃപ്പൂണിത്തുറ വരെ പോകുമോ?" അവൾ ചോദിച്ചു. സുപ്രു അവളെ ഒന്ന് നോക്കി. അവൾ വെള്ള സൽവാർ കമ്മീസ് ധരിച്ചിരിക്കുന്നു. നീളമുള്ള കറുത്ത മുടി മഴയിൽ നിന്ന് നനഞ്ഞ മുഖത്തേക്ക് വീണ് കിടക്കുന്നു. മുഖം വളരെ വിളറിയ നിറമായിരുന്നു. രാത്രിയായതിനാൽ അത്ര വ്യക്തമായി കാണാൻ പറ്റിയില്ലെങ്കിലും അവളുടെ ശരീരഭാഷയിൽ ഒരു വശപിശക് അവന് തോന്നി. "പോകാം ചേച്ചി, മീറ്റർ ഇട്ടു തന്നെയാണോ?" സുപ്രു ചോദിച്ചു. "അതെ, മീറ്റർ ഇട്ട് തന്നെ. പക്ഷെ പെട്ടെന്ന് പോകണം," അവൾ പറഞ്ഞു. സുപ്രു ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഹൈവേയിലേക്ക് തിരിഞ്ഞു. ആദ്യം 10-15 മിനിറ്റ് അവൾ ഒന്നും സംസാരിച്ചില്ല. പിന്നെ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു മൃദുവായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, "സുപ്രു, നിനക്ക് ഭയമുണ്ടോ?" സുപ്രു റിയർ വ്യൂ മിററിൽ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഭയമോ? എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ സുപ്രു ആണ്. ഈ റോഡുകളിൽ 15 വർഷമായി ഓടുന്നു. ഭൂതമോ പിശാചോ ഒന്നും എന്നെ ഭയപ്പെടുത്തില്ല." അവൾ ലഘുവായി ചിരിച്ചു. ആ ചിരി സുപ്രുവിന് അല്പം വിചിത്രമായി തോന്നി. അതിനുശേഷം അവൾ വീണ്ടും മൗനിയായി. ഹൈവേയിലൂടെ വണ്ടി വേഗത്തിൽ പോകുമ്പോൾ അവൾ പറഞ്ഞു, "എൻ്റെ താമസം ഹൈവേയോട് ചേർന്നുള്ള ഒരു പഴയ വീട്ടിലാണ്. വീടിനടുത്ത് ഒരു വലിയ തെങ്ങുണ്ട്. ആ തെങ്ങിനടുത്തായി നിർത്തണം." മഴയുടെ ശബ്ദവും വൈപ്പറിൻ്റെ ശബ്ദവും മാത്രമുള്ള ആ യാത്രയിൽ സുപ്രുവിന് ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു. എങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ഓട്ടോ ഓടിച്ചു. രാത്രി 2:20 ആയപ്പോൾ അവൾ പറഞ്ഞ സ്ഥലത്തെത്തി. ശരിക്കും ഒരു പഴയ ഇരുണ്ട വീട് അവിടെ ഉണ്ടായിരുന്നു. മുന്നിൽ ഒരു വലിയ തെങ്ങ് നിന്നിരുന്നു. വീടിൻ്റെ ചുറ്റും കാടുപോലെ മരങ്ങൾ വളർന്നിരുന്നു. വീടിൻ്റെ വാതിൽ അല്പം തുറന്നു കിടക്കുന്നു. "ഇവിടെ നിർത്താം സുപ്രു," അവൾ പറഞ്ഞു. സുപ്രു മീറ്റർ നോക്കി. 720 രൂപ ആയിരുന്നു. അവൾ ബാഗിൽ നിന്ന് ഒരു 1000 രൂപ നോട്ട് എടുത്ത് നീട്ടി. "ബാക്കി വേണ്ട, നീ വച്ചോ." സുപ്രു നോക്കി. സുപ്രു നോട്ട് വാങ്ങി "നന്ദി" എന്ന് മന്ത്രിച്ചു. അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയ നിമിഷം സുപ്രുവിന് ഒരു ഞെട്ടലുണ്ടായി. അവളുടെ കാലുകൾ തറയിൽ തൊടുന്നില്ല. അവൾ നടക്കുന്നത് നിലത്ത് നിന്ന് ഏകദേശം 2 ഇഞ്ച് ഉയരത്തിലായിരുന്നു. സുപ്രുവിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ വീടിൻ്റെ വരാന്തയിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ മുഖം പൂർണ്ണമായി മാറിയിരുന്നു. കണ്ണുകൾ രക്തം നിറഞ്ഞ്, വായ വലുതായി തുറന്ന്, മുടി കാറ്റിൽ ഭയാനകമായി പറന്ന്. അവൾ തണുത്ത ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "സുപ്രു, നാളെ രാത്രിയും ഇതേ സമയത്ത് ഇവിടെ വരണം. ഞാൻ കാത്തിരിക്കാം. നിന്നെ എനിക്കിഷ്ടപ്പെട്ടു." പിന്നെ അവൾ ഒരു മിന്നൽ പോലെ വീടിനുള്ളിലേക്ക് മറഞ്ഞു. സുപ്രു ഭയത്തോടെ ഓട്ടോ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്തു. കൈകൾ വിറച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിന് മുന്നിൽ ഓട്ടോ നിർത്തി. അവൻ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ചു. അവൻ്റെ മനസ്സിൽ നിന്ന് ആ ദൃശ്യം മാഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അവൻ ആ പ്രദേശത്തെ ഒരു പഴയ ഓട്ടോ ഡ്രൈവറോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, 12 വർഷം മുൻപ് ആ പഴയ വീട്ടിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. അവൾ മരിക്കുമ്പോൾ വെള്ള സൽവാർ ആണ് ധരിച്ചിരുന്നത്. അന്നു മുതൽ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് അവളെ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ആരും രണ്ടാമതൊരു തവണ ആ വഴി പോകാറില്ല. ആ ദിവസം മുതൽ സുപ്രു രാത്രി 12 മണിക്ക് ശേഷം ഓട്ടോ എടുക്കാതിരിക്കാൻ തീരുമാനിച്ചു. എങ്കിലും ചില മഴയുള്ള രാത്രികളിൽ ഓട്ടോ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് ഓട്ടോയുടെ പിന്നിൽ നിന്ന് വീശിയെത്താറുണ്ട്. അപ്പോൾ അവൻ്റെ ശരീരം അറിയാതെ വിറയ്ക്കും. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കഥയിലെ പോരായ്മകളും കാര്യങ്ങളും എൻ്റെ വോയിസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവതരണ ശൈലിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ അത് കൂടുതൽ മികവോടെ അടുത്ത കഥയുമായി എത്തുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.
താങ്ക്സ് ഓൾ. ഗുഡ് നൈറ്റ്.